കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 14-ാം രാത്രി. ഇരുട്ടിന്റെ മറവിൽ ആകാശത്തുനിന്ന് അഗ്നിവർഷം പോലെ രാക്ഷസപ്പട പെയ്തിറങ്ങുന്നു. ഭീമന്റെയും ഹിഡുംബിയുടെയും മകൻ ഘടോൽക്കചൻ തന്റെ ഭീകരരൂപം പ്രാപിച്ചിരിക്കുന്നു. ഓരോ ചുവടിലും ആയിരക്കണക്കിന് കൗരവർ മണ്ണടിയുന്ന ആ കാഴ്ച കണ്ട് കർണൻ പോലും ഭയന്നു വിറച്ചുപോയി. പക്ഷേ ആ യുദ്ധഭൂമിയിൽ ഒരരുകിൽ ആരുമറിയാത്ത ഒരു രഹസ്യം കൃഷ്ണൻ ഒളിപ്പിച്ചുവെച്ചിരുന്നു. ഘടോൽക്കചൻ കൗരവരെയെല്ലാം ചവിട്ടിയരയ്ക്കുമ്പോൾ കൃഷ്ണന്റെ മുഖത്ത് ഒരു നിഗൂഢമായ പുഞ്ചിരി ഉണ്ടായിരുന്നു. കർണന്റെ കൈവശമുള്ള അജയ്യമായ വാസവി ശക്തി എന്ന അസ്ത്രം അർജുനനെ കൊല്ലാൻ മാറ്റിവെച്ചതാണെന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു. അത് പ്രയോഗിക്കാതെ അർജുനൻ രക്ഷപ്പെടില്ല. ഗത്യന്തരമില്ലാതെ കർണൻ ആ ദിവ്യാസ്ത്രം ഘടോൽക്കചന് നേരെ തൊടുത്തു. ആകാശത്തോളം ഉയർന്നുനിന്ന ആ രാക്ഷസവീരൻ മലയെന്ന പോലെ മണ്ണിലേക്ക് ചരിഞ്ഞു വീണു. പാണ്ഡവർ തകർന്നുപോയ ആ നിമിഷം കൃഷ്ണൻ മാത്രം സന്തോഷത്താൽ മതിമറന്നു നൃത്തം ചെയ്തു. തന്റെ മകൻ മരിച്ചുകിടക്കുമ്പോൾ കൃഷ്ണൻ എന്തിനാണ് ചിരിക്കുന്നതെന്ന് ഭീമൻ രോഷത്തോടെ ചോദിച്ചു. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം കൃഷ്ണൻ വെളിപ്പെടുത്തിയത്. ഘടോൽക്കചൻ മരിച്ചില്ലായിരുന്നെങ്കിൽ പാണ്ഡവർക്ക് അവനെ കൊല്ലേണ്ടിവരുമായിരുന്നു. അർജുനനെ രക്ഷിക്കാൻ മാത്രമല്ല, അധർമ്മത്തിന്റെ അംശമുള്ള രാക്ഷസരക്തം പാണ്ഡവപക്ഷത്തുണ്ടാവുന്നത് ഭാവിയിൽ ലോകത്തിന് ആപത്താകുമെന്ന് കൃഷ്ണൻ തിരിച്ചറിഞ്ഞിരുന്നു. ഒരു വലിയ നന്മയ്ക്കുവേണ്ടി സ്വന്തം മകനെത്തന്നെ ബലികൊടുക്കാൻ ഭീമൻ നിർബന്ധിതനായി. സ്വന്തം പക്ഷത്തുള്ളവർ പോലും ചിലപ്പോൾ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമാണെന്ന് വിധി നിശ്ചയിക്കുമ്പോൾ അതെത്ര ക്രൂരമാണ്! ഘടോൽക്കചന്റെ മരണം പാണ്ഡവർ ആഗ്രഹിച്ചിരുന്നില്ലെങ്കിലും കൃഷ്ണൻ അത് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു. ചിന്തിച്ചു നോക്കൂ, പാണ്ഡവരുടെ വിജയത്തിനു പിന്നിൽ ഘടോൽക്കചന്റെ ആ വലിയ ത്യാഗമില്ലായിരുന്നെങ്കിൽ ഇന്ന് മഹാഭാരതത്തിന്റെ കഥ മറ്റൊന്നാകുമായിരുന്നു.